നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി. നമുക്കിന്ന് ഭഗവാൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആ ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുത്താം. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ. നമ്മൾ 2 കാർഡാണ് എടുക്കുക. അപ്പോൾ ഈ കാർഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിൽ വായിക്കുന്നത് എന്താണ് വരുന്നതെന്ന് നോക്കാം. സറണ്ടറാണ്. Do not struggle in your life. Surrender to all that is wanted and unwanted, and you will receive help. Surrender totally to the divine will. ഇതാണ് ആദ്യത്തെ കാർഡ്. രണ്ടാമത്തെ എന്താണ്? Flow with the rhythm. Allow all the things to take their rightful position on their own, so that they can together produce the same effect. Do not judge anything but flow with the tide. ഇവ രണ്ടും കണക്റ്റഡ് ആണ്, ഈ 2 കാർഡുകളും. ഇതിൽ രണ്ടിലും പറയുന്ന ഒരു ഉദ്ദേശമാണ് പറയുന്നത്. ഡു നോട്ട് സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ്, സറണ്ടർ ടു all that is wanted and unwanted, and you will receive help. Surrender totally to the divine will. അപ്പോൾ ഇതിൽ പറയുന്നത് സറണ്ടർ ടോട്ടലി ടു ദ ഡിവൈൻ വിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഫ്ലോ വിത്ത് ദ റിതം. നമ്മൾ ഫുള്ളി സറണ്ടർ ചെയ്ത് നമ്മളെ സമർപ്പിക്കുക ആ ഒരു ഡിവൈൻ വില്ലിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കേട്ടോ, സറണ്ടർ ഡു നോട്ട് സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ്, സറണ്ടർ ടു ഓൾ ദാറ്റ് ഈസ് വാണ്ടഡ് ആൻഡ് അൺവാണ്ടഡ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അത് ഈ ഡിവൈൻ വില്ലിനനുസരിച്ചിട്ടാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് നീങ്ങുക. ഫ്ലോ വിത്ത് ദ റിതം. ആ താളത്തിനനുസരിച്ച്, ആ ഓരോ ഓർഡറിനനുസരിച്ച് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ യു വിൽ റിസീവ് ഹെൽപ്പ്. നമുക്ക് സഹായം ലഭിക്കും, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയുന്നത് ഡു നോട്ട് ജഡ്ജ് എനിത്തിങ് ദാറ്റ് ഫ്ലോ വിത്ത് ദ ടൈഡ് കേട്ടോ. അപ്പോൾ നമ്മളതിനെ വിലയിരുത്തണ്ട. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് അതിന് കാര്യവും കാരണം എങ്ങനെ വിലയിരുത്തണ്ട, നമുക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണം നമ്മൾ. പക്ഷെ നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ. ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ മൊത്തം ഇനി എങ്ങനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇനി രക്ഷപ്പെടില്ല, ആ രീതിയിൽ ജഡ്ജ് ചെയ്യരുത്. കാരണം അതിനൊരു മാറ്റം ഉണ്ടാവും. നമ്മൾ സറണ്ടർ ചെയ്യുക. എന്തൊക്കെ ദുരിതങ്ങൾ, വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതൊക്കെ ഭഗവാനിലേക്ക് സമർപ്പിക്കുക. നമ്മളെ സമർപ്പിക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ദുരിതങ്ങളും ഭഗവാനിലേക്ക് ചെല്ലുകയാണ്. ഭഗവാനെ ഏറ്റെടുക്കേണ്ടി വരും നമ്മൾ ആത്മാർത്ഥമായി സറണ്ടർ ചെയ്ത് സമർപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഓൾറെഡി നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളും ഭഗവാന്റെ കൈകളിലാണ്. ഭഗവാന് പിന്നെ നമ്മളെ ദുരിതങ്ങളെ മാറ്റി നമ്മളെ രക്ഷിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ജഡ്ജ് ചെയ്യണമെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യണം. ഇല്ല, എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെ എന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ അവിടെ സമർപ്പണം ഇല്ല. അപ്പോൾ അവിടെ നമ്മുടെ ആ ജഡ്ജ്മെൻറ്റോട് കൂടി നമ്മുടെ മനസ്സ് അവിടെ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ മനസ്സ് നിൽക്കുന്നിടത്ത് പിന്നെ ശരീരവും പതുക്കെ അവിടേക്ക് എത്തും. അപ്പോൾ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ ഫുള്ളി നമ്മുടെ മനസ്സ് കൂടി സറണ്ടർ ചെയ്യാം. അവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഭഗവാനിലേക്ക് മനസ്സും കൂടി സമർപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ ഭഗവാനിൽ ലയിക്കുന്ന പോലെ. അപ്പോൾ അവിടെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പിന്നെ ഭഗവാനാണ് തീരുമാനിക്കുന്നത്, ഭഗവാന്റെ കൈകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ കൈകളിൽ നമ്മളെ സമർപ്പിക്കുമ്പോൾ പിന്നെ യൂണിവേഴ്സിന് നമ്മളെ ആ താളത്തിനനുസരിച്ച്, റിതം അനുസരിച്ച് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ റിതം ഒരൊഴുക്കിന് ഓരോ ഓളത്തിനനുസരിച്ച് പൊങ്ങിയും താഴ്ന്നും. അതായത് ഒരു കഷ്ടഫലം ഉണ്ടെങ്കിൽ നല്ല ഫലം, വീണ്ടും കഷ്ടഫലമാണെങ്കിൽ നല്ല ഫലം തരും. എന്തിനാണ് ഈ കഷ്ടഫലം തരുന്നത്? നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളെ കത്തിച്ച് കളയുക. ദുഃഖം തരുന്നത് എന്തിനാണ്? ആ ദുഃഖം നമ്മൾ അനുഭവിച്ച് തീരുമ്പോൾ അത് കത്തിപ്പോവാണ് ശരിക്കും. ആ ദുഃഖം പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത ആ പാപകർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കത്തിപ്പോവാണ് ആ ദുഃഖത്തോടു കൂടി. എന്നിട്ട് എന്തായി? നമ്മളവിടെ ശുദ്ധീകരിക്കപ്പെടുകയാണ്.
അപ്പോൾ നമുക്ക് ഈ ജന്മത്തിൽ ആ ഒരു ഇത് ഇപ്പോഴൊക്കെ ഉടനെ തന്നെയാണ് ഫലം. മുൻ ജന്മങ്ങളിൽ മുൻകാലങ്ങളിലെ പോലെയല്ല. മുൻകാലങ്ങളിൽ നമ്മൾ ഒരുപാട് കാലങ്ങളിൽ ചിലപ്പോൾ അതിൻ്റെ അനുഭവം കിട്ടിയേ കിട്ടി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എന്തെങ്കിലും പാപകർമ്മം ചെയ്ത ഉടനെ അതിനൊപ്പം തന്നെ നമുക്ക് അതിനുള്ള ഫലം കിട്ടുകയാണ്, അതിന് ശിക്ഷ എന്നുള്ള പോലെ. അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അധികം വൈകാനൊന്നും നിൽക്കുന്നില്ല ഇപ്പോൾ ഭഗവാൻ. കാരണം വെച്ചാൽ ഷിഫ്റ്റ് സംഭവിച്ചു ഭൂമിക്ക്. പൊതുവെ ഭൂമി ഒന്ന് അത് മഹാന്മാരെ ഗുരുക്കന്മാരുടെ വാക്കുകളിൽ 25,000 വർഷം കൂടുമ്പോൾ 25,000 വർഷം മുമ്പ് ഭൂമി ഒന്ന് ഷിഫ്റ്റ്, ഭൂമിയുടെ ഭ്രമണപഥത്തിലും കാര്യങ്ങളിലും എനർജിയിലൊക്കെ ഒരു ഷിഫ്റ്റ് സംഭവിക്കും. അപ്പോൾ കഴിഞ്ഞ 2012 കഴിയുന്നതോടുകൂടി ആ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ രീതിയിൽ ഇപ്പോൾ ഭൂമി ഒന്ന് എനർജി ലെവലൊക്കെ ഒന്ന് ഉയർന്നു. അപ്പോൾ ഇനി ബാലൻസ് ചെയ്യാൻ സ്പീഡ് കൂടിയിരിക്കുക. അപ്പോൾ ബാലൻസിങ് നടക്കുകയാണ് ഇപ്പം. അപ്പം നമ്മൾ ആ ബാലൻസിൽ നമുക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഒരു താളത്തിനനുസരിച്ച് യൂണിവേഴ്സ് കൊണ്ടുപോയിക്കോളും കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ മെസ്സേജ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഡിവൈൻ വില്ലിനെ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹെൽപ്പ്, ആ ഒരു അനുഗ്രഹം എപ്പോഴും കിട്ടും. അപ്പം നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട, ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട, സറണ്ടർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.